ഹേയ് ഗായ്സ്, ഞാൻ ഇൻസ്റ്റയിൽ ഈ ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഞാൻ ഇന്നലെ നോക്കുന്ന സമയത്ത് ഒരു കമന്റ് കണ്ടു. ഞാനിവിടെ കാണിക്കാം. അപ്പം ഞാൻ ഇതിന് റിപ്ലൈ കൊടുത്ത് വിട്ടതായിരുന്നു. പിന്നെ ഞാൻ ഇന്ന് നോക്കുന്ന സമയത്ത് ഇതിനകത്ത് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചേട്ടായി പറഞ്ഞ ഒരു കമന്റിന് ഭയങ്കര മോശമായിട്ട് ഒരു റിപ്ലൈ വന്നു. അപ്പം എനിക്കതെന്തോ ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ അതിനുള്ള ഒരു റിപ്ലൈ പറയാന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ സ്റ്റോറി ഇടാന്നായിരുന്നു ആദ്യം വിചാരിച്ചത്. പിന്നെ എനിക്ക് പറയാനുള്ളതെല്ലാം പറയാൻ പറ്റില്ല എന്ന് വരും. അപ്പം അതുകൊണ്ട് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാണ്. ചേട്ടയ്ക്ക് ഇട്ട കമന്റ് ഞാനിവിടെ പറയുന്നില്ല. എനിക്കത് ഭയങ്കര മോശമായിട്ട് തോന്നി. ഈ ചേച്ചി പറഞ്ഞത് ഞാൻ എന്താ നിങ്ങളെ ഫൂൾ ആക്കണം, എന്റെ വ്യൂവേഴ്സിനെ ഫൂൾ ആക്കാന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം എന്താ ഞാന് ഈ ഒരു ഡ്രസ്സ് സാരി നല്ല സ്റ്റിച്ച് ചെയ്തത് വേറെ മെറ്റീരിയൽ എടുത്താണ് സ്റ്റിച്ച് ചെയ്തതെന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഇതിനെ ഫുൾ ആക്കുന്നത്, കണ്ണിപ്പൊടി ഇടുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തോ പോലെ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ അത് പറഞ്ഞ് ഒഴിവാക്കിയതായിരുന്നു. കാരണം ഇതൊരു നിസ്സാര കാര്യമാണല്ലോ. എനിക്കിതിനു മുന്നേയും ഇതിനേക്കാളും നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ. അപ്പം ഞാൻ അതുകൊണ്ട് എനിക്കിത് വലിയ കുഴപ്പമായിട്ട് തോന്നിയില്ല. പക്ഷെ ഞാൻ രാവിലെ നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കമന്റ് അതെനിക്ക് എന്തോ ഭയങ്കര മോശമായിട്ട് തോന്നി. അപ്പം ഇതൊരു ചെറിയ നിസ്സാര കാര്യമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചേച്ചിക്ക് പറഞ്ഞ് ക്ലാരിഫൈ ചെയ്തിരുന്നു, ഞാൻ ഇത് വെച്ചാണ് ചെയ്തത്. ഞാൻ മാന്യമായിട്ടായിരുന്നു പറഞ്ഞു, ചേച്ചി ഞാൻ ഈ ഒരു സാരി വെച്ച് തന്നെയാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ചേച്ചി പിന്നെ സംസാരിക്കുന്നത് കുറച്ചും കൂടി റൂഡായ പോലെ എനിക്ക് തോന്നി. അപ്പം ഞാൻ ആ ചേച്ചി എന്നെ ഇവിടെ വന്ന് കണ്ടിട്ട് എന്റെ മെറ്റീരിയൽ കണ്ടിട്ട് പറയുന്ന പോലെ, ഞാൻ ആ സാരിന്നാണ് അമ്മയുടെ പഴയ സാരിയാണ്, അതിൽ നിന്ന് ഞാൻ കട്ട് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പം ആ ചേച്ചി പറയാണ് ഞാൻ അതിൽ നല്ല കട്ട് ചെയ്തത്, ഞാനത് വേറെ മെറ്റീരിയൽ എടുത്താണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് അങ്ങനെയായിരുന്നു പറയുന്നത്. അപ്പം ഞാൻ ആൾക്കാരുടെ കണി പൊടി ഇടുന്ന നിർത്തിക്കോ, വീണടുത്ത് ഉരുള ഉണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ആ ചേച്ചി പറയാണ് ഞാൻ ഫൂൾ ആക്കുകയാണ്, എന്റെ വ്യൂവേഴ്സിനെ ഫൂൾ ആക്കുന്ന നിർത്ത് ആദ്യം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എനിക്ക് അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. ഞാൻ ഇൻസ്റ്റയിൽ ഇങ്ങനെ ഒരു സാരി സീരീസ് പോകുന്നുണ്ട്. അപ്പം അതിലെന്ന് വെച്ചാല് നമ്മളിപ്പോ ഒരു സാരി എടുക്കുന്ന സമയത്ത് അത് കംപ്ലീറ്റ് ആ സാരി എടുത്തിട്ടല്ലോ നമ്മൾ ചെയ്യുക. അതിലേറ്റവും ബെറ്റർ ആയിട്ടുള്ള ഏറ്റവും ഭംഗിയുള്ള ഭാഗം എടുത്തിട്ടായിരിക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. പിന്നെ അതിൽ മുന്താണി ഉണ്ടാവും, അതൊക്കെ മാറ്റിയിട്ടായിരിക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അപ്പം ഞാനിപ്പോ ചെയ്ത ഡ്രസ്സിലാണെങ്കിൽ മുന്താണി ഉണ്ട്, അതിനകത്ത് കുറെ സീക്വൻസ് ഉള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കട്ട് ചെയ്തിട്ട് കസവും ബാക്കിയൊക്കെ കട്ട് ചെയ്തിട്ട് എനിക്ക് പൊതുവെ അങ്ങനത്തെ സംഭവം ഇഷ്ടമല്ല. അപ്പൊ ഞാൻ അതിൽ നിന്ന് ഏറ്റവും പ്ലെയിൻ ആയിട്ടുള്ള ഭാഗം എടുത്തിട്ടായിരുന്നു ആ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ആ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ ആ മുന്താണീന്റെ ഭാഗത്ത് മാത്രമാണ് ആ സീക്വൻസ് ഉള്ളത്, ബാക്കിയുള്ളത് പ്ലെയിൻ ആണ്. ആ ഒരു ഭാഗം വെച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, അതിപ്പം പൊതുവെ എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങളെ ഫൂൾ ആക്കുകയാണെന്ന് ആ ചേച്ചി പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പിന്നെ നിങ്ങളങ്ങനെ ഫൂൾ ആക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു സാരിന്ന് എടുത്തിട്ട് സാരിയാന്ന് പറയുന്നതിന് ഇപ്പൊ എന്താ കുഴപ്പം? വേറെ മെറ്റീരിയൽ ആണെങ്കിൽ അത് വേറെ മെറ്റീരിയൽ എന്ന് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം ഞാനത് ആ ഒരു സാരിയിൽ നിന്ന് തന്നെ എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിനകത്ത് അതിന്റെ ഡ്രസ്സ് എടുത്ത് നോക്കിയാൽ അതിന്റെ അടിയിലായിട്ട് ഇപ്പോഴും ആ സീക്വൻസിന്റെ ഭാഗങ്ങളുണ്ട്. അത് കാണാത്ത രീതിയിൽ ഞാൻ മാക്സിമം കഷ്ടപ്പെട്ടിട്ടാണ് അതിൽ നിന്ന് ആ ഒരു ഭാഗങ്ങൾ എടുത്തത്. പിന്നെ അത് പൊളിച്ചളയാന്നൊക്കെയായിരുന്നു വിചാരിച്ചത്. പക്ഷെ ഞാൻ അതിന്റെ ഇടയിൽ കൂടെ കട്ട് ചെയ്ത് കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ചെയ്യുന്നവർക്ക് അറിയാം അതിന്റെ ഓരോ കഷ്ടപ്പാടുകൾ. പിന്നെ ഇപ്പൊ ഞാൻ ആ ചേച്ചിയുടെ കമന്റിനാണെങ്കിലും ലൈക്കുകൾ വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ 3 ലൈക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ചേച്ചി താഴത്തേക്ക് പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കുറച്ച് റൂഡായിട്ടാണ് പറയുന്നത്. ഇപ്പം അതിന് മാത്രം പറയേണ്ട ആവശ്യമില്ല. ആ ചേച്ചി നേരിട്ട് കണ്ടതുപോലെയാണ് ആ ചേച്ചി പറയുന്നത്. പിന്നെ ചേട്ടനോടാണെങ്കിലും ആ രീതിയിലാണ് പറഞ്ഞത്. അങ്ങനെയൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ല. അതുകൊണ്ട് മാത്രം ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു വീഡിയോക്കാണെങ്കിൽ 47,000+ ലൈക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ലൈക്ക് ചെയ്തവർക്കൊക്കെ അത് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കുമല്ലോ ലൈക്ക് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഈ ഒരു ചേച്ചി മാത്രം പറയുന്നത് എനിക്ക് വലിയ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. പിന്നെ ഈ ഒരു വീഡിയോ തന്നെ വേറെ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് സാരി പോലെ ഇല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാനത് പോസിറ്റീവായിട്ടാണ് എടുത്തത്. എന്താ വെച്ചാൽ സാരി കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് അത് നല്ല ഭംഗിയുള്ളതുകൊണ്ടാണല്ലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ വിട്ടു. പിന്നെ ഈ ചേച്ചി വന്നിട്ടാണെങ്കിൽ ഞാൻ ഫൂൾ ആക്കുന്നു, വ്യൂവേഴ്സിനെ ഫൂൾ ആക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പം ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പൊ എന്നെ ഫോളോ ചെയ്യുന്നവർക്കറിയാം ഞാൻ എങ്ങനെയാണ് വീഡിയോ ചെയ്യുന്നതെന്നുള്ളത്. ആരും ഫുൾ ആക്കിയിട്ടല്ല ചെയ്യുന്നതെന്ന് അവർക്കറിയാം. പിന്നെ എനിക്കങ്ങനെ പറ്റിച്ചിട്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അതിനകത്ത് പിന്നെ 2-3 ലൈക്ക് വന്നിട്ടുണ്ട്. അവരും അങ്ങനെയായിരിക്കും വിശ്വസിക്കുന്നത്. പക്ഷെ എനിക്ക് കുഴപ്പമില്ല. ഈ 47,000 പേര് ലൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്കത് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയായിരിക്കും ലൈക്ക് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ വീഡിയോയ്ക്കാണെങ്കിലും 900+ വ്യൂസ് വന്നിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇത്രയും പേര് കണ്ടിട്ടുണ്ടാവുക, ലൈക്കും ചെയ്തിട്ടുണ്ടാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഈ ചേച്ചി പറയുന്നത് എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ ഞാൻ ഫുൾ ആക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. പിന്നെ അങ്ങനെ ഒരു കമന്റ് ഇട്ടതുകൊണ്ടും. പിന്നെ
പിന്നെ ഇതൊരു പോസിറ്റീവായിട്ട് ഞാൻ എടുക്കുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു സാരിയിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ് ആ ചേച്ചിക്ക് അത് സെപ്പറേറ്റ് ഒരു മെറ്റീരിയൽ ആയിട്ട് തോന്നിയെങ്കിൽ അത് ഞാൻ സ്റ്റിച്ച് ചെയ്തതിന്റെ ഭംഗി കൊണ്ടായിരിക്കുമല്ലോ. അപ്പൊ അതൊരു പോസിറ്റീവായിട്ട് ഞാൻ എടുക്കുന്നുള്ളൂ. പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പൊ അത്രയേ ഉള്ളൂ. ബൈ.